ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന പിതാവായ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോഴും മഹിമയുടെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥതയണയ്ക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹവും വന്ദനങ്ങളും എല്ലാവരെയും ആദരവോടെ അറിയിക്കട്ടെ. ഇന്നലെ നമ്മുടെ ക്ലാസ് തീർന്ന ഉടനെ ഇവിടുത്തെ നെറ്റ്വർക്ക് ഡൗൺ ആയിപ്പോയിരുന്നു. ഇന്ന് ക്ലാസ്സുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നടക്കും എന്ന കർത്താവിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇന്നും കൂടെ അത് ചിന്തിച്ച് നിർത്താമെന്നും കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത ദിവസം മുതൽ ചൊവ്വാഴ്ച മുതൽ നമുക്ക് 4 മുതലുള്ള വാക്യങ്ങൾ ധ്യാനിക്കാമെന്നും കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നമുക്ക് 1, 2, 3 വാക്യങ്ങൾ ഒന്നും കൂടെ വായിക്കാം. എബ്രായർ 1-ന്റെ 1 തൊട്ട് 3 വരെ. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും. 4 വരെ വായിച്ചെങ്കിൽ നിർത്തിക്കോങ്ങളെ. അവൻ ദേവതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശം ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ എക്സലൻസീസ് ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതകൾ ഈ 1, 2, 3 വാക്യങ്ങളിൽ നാം കാണുന്നത്. കർത്താവായ യേശുക്രിസ്തു പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ. സ്തോത്രം. അതുപോലെ നാം പഴയ നിയമ പിതാക്കന്മാരെക്കാൾ ശ്രേഷ്ഠർ. സ്തോത്രം. അവരുടെ ശ്രേഷ്ഠത, പഴയ നിയമ പിതാക്കന്മാരുടെ ശ്രേഷ്ഠത തെരഞ്ഞെടുപ്പും വെളിപ്പാടും ആയിരുന്നു. തെരഞ്ഞെടുപ്പും വെളിപ്പാടും. സ്തോത്രം. പുതിയ നിയമത്തിലും അത് തന്നെയാണ്. നമ്മെ കർത്താവ് തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പ് യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അപ്പൊ തിരഞ്ഞെടുപ്പ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ശ്രേഷ്ഠമാണ്. അത് നമ്മുടെ ശ്രേഷ്ഠതയ്ക്ക് ഒരു കാരണമാണ്. സ്തോത്രം. അതുപോലെ വെളിപ്പാട് എന്ന് പറയുമ്പോൾ ആ പദം പ്രധാനമായും വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്നത് ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് എന്ന അർത്ഥത്തിലാണ്. സ്തോത്രം. ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. നമ്മുടെ ഇടയിൽ വെളിപ്പാടെന്ന് പറയുന്നത് എന്ത് കണ്ടാലും വെളിപ്പാടെന്ന് പറയാറുണ്ട്. ഇന്നലെ രാത്രിയിലാണെന്ന് തോന്നുന്നു, അതോ ഇന്ന് രാവിലെയാണോ, എനിക്കൊരാൾ അയച്ചു തന്ന ഒരു കൊച്ചു വീഡിയോ ഫേസ്ബുക്കിലുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. ആളിന്റെ പേരൊന്നും കണ്ടില്ല. ഒരു പുതിയ കൾട്ടുമായിട്ട് ഇറങ്ങിയിരിക്കുക കക്ഷി. ഒരു പുതിയ ദുരുപദേശ സംഘം പോലെ ഇറങ്ങിയിരിക്കുക. അതിൽ ആ കക്ഷി പറയുന്നത്, ദൈവം പുള്ളിയെ തിരഞ്ഞെടുത്ത് ഇങ്ങനെ അങ്ങ് വെച്ചിരിക്കുക,
അങ്ങേരോട് ഒട്ടി നിന്നാൽ, അയാളിൽ മുന്തിരിവള്ളിയിൽ കൊമ്പുകൾ വസിക്കുന്നത് പോലെ ഇങ്ങേരിൽ വസിച്ചാൽ വസിക്കുന്നവർക്കൊക്കെ ജീവനുണ്ട്, ഇല്ലാത്തവരൊക്കെ തട്ടിപ്പോകുന്നു. എന്നിട്ട് അവിടെ വന്ന ഒരു മനുഷ്യനെ സാക്ഷി പറയാൻ വേണ്ടി വിളിച്ചു. ബ്രദർ ഇങ്ങ് വന്നിട്ട് കണ്ട ദർശനം വെളിപ്പാടെന്ന് പറഞ്ഞ്. ആ മനുഷ്യൻ വന്നിട്ട് പുള്ളി എന്തോ ഒന്നും ഓർക്കുന്നില്ല. പിന്നെ ഇദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ പറയുക, ഞാന് കണ്ടത് ഒരു വലിയ സൂര്യന്റെ അകത്ത് ഈ പ്രസംഗിയാര് നിൽക്കുന്നു. വേറെ ആർക്കും ആ സൂര്യനിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഈ പുള്ളി കൈ കൊടുത്ത് അങ്ങോട്ട് പിടിച്ചു വലിക്കുന്നവരൊക്കെ വരാം. അപ്പം ഇദ്ദേഹത്തിൽ കൂടെ രക്ഷയുള്ളൂ എന്ന്. എന്നിട്ട് പുള്ളി വയ്ക്കുക, സൂര്യനകത്ത് ഞാൻ നിൽക്കുന്നു അല്ലേ? അതെ അതെ ബ്രദർ നിൽക്കുന്നു. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളല്ലേ? അതെ അതെ. അയ്യോ, ഇതൊന്നും അല്ല വെളിപ്പാടെന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വെളിവുകേടുകളാ. ഇതൊന്നും വെളിപ്പാടല്ല, വെളിവുകേടുകളാ. പണ്ടൊരു സിസ്റ്റർ പറഞ്ഞെന്നാ പറയുന്നത്, ഞാൻ കേട്ടിട്ടുള്ളത്. അവരൊരു ദർശനം കണ്ടത് ഒരു വലിയ ജാക്ക് ഫ്രൂട്ട് ട്രീ, ഒരു പ്ലാവയിൽ ഒരു ചക്ക ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. ആ ചക്കയുടെ അതിന്റെ വ്യാഖ്യാനം, അതിന്റെ മർമ്മം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് പാസ്റ്ററിന്റെ അടുക്ക് വന്നിരിക്കുക. ഇവർക്ക് എന്നുള്ളതായി വെളിപ്പാട്. ഇതങ്ങോട്ട് കേട്ടിട്ട് വന്ന പാസ്റ്ററോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ പതുക്കെ പറഞ്ഞു തുടങ്ങി, അതിൻ്റെ പ്ലാവ്, അതിൻ്റെ ഞെടുപ്പ്, അതിൻ്റെ കൂഞ്ഞ്, ചൊള, കുരു, ചകിണി ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ആ പുറത്തെ മുള്ളുണ്ടല്ലോ അത് നിങ്ങളാണ്. ഇനി മേലിൽ ആ ആൾക്കാരെ ഉപദ്രവിക്കാൻ ഈ വെളിവുകേട് കൊണ്ടും വരണമെന്നും പറഞ്ഞ് ഓടിച്ചു വിട്ടെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള വെളിവുകേടുകൾ അങ്ങ് എന്താണ് പറയുന്നത്, വചനവുമായിട്ടോ യുക്തിയുമായിട്ടോ ഒന്നും ചേരാത്ത വെറുതെ വ്യാജമായ പലതും വെളിപ്പാടെന്നും പറഞ്ഞ് നടക്കിയ ആൾക്കാർ. എന്നാൽ ദൈവവചനത്തിൽ വെളിപ്പാടെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള മറനീക്കലാണ്. സ്തോത്രം. മറനീക്കല. അപ്പൊ ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ, ദൈവം വെളിപ്പാട് കൊടുത്തെന്ന് പറഞ്ഞാൽ, സ്തോത്രം, ദൈവത്തെക്കുറിച്ചുള്ള മർമ്മങ്ങൾ മറനീക്കി മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കത്തക്കതുപോലെ നൽകി എന്നാണ് അർത്ഥം. സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഇസ്രായേലിലെ പിതാക്കന്മാരെ ശ്രേഷ്ഠരാക്കിയത്. ഒന്ന്, അവരുടെ തെരഞ്ഞെടുപ്പ്. ജാതികളിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്ന് ദൈവം അവരെ തെരഞ്ഞെടുത്തു. യഹൂദൻ എന്നോ ഇസ്രായേൽ എന്നോ ഒരു ജാതിയോ ഒരു വർഗമോ ഇല്ലായിരുന്നല്ലോ. നാം നേരത്തെ ചിന്തിച്ചിട്ടുള്ളത് പോലെ ദൈവം ഇസ്രായേലിനോട് എന്തിനാ ഈ മുഖപക്ഷം കാണിക്കുന്നത്? ജാതികളോടൊക്കെ ഇല്ല, ജാതികളെ ഉണ്ടായിരുന്നുള്ളൂ. അവരിൽ നിന്നാണ് ഒരുവനെ ദൈവം തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. സ്തോത്രം. യഹൂദനെ അങ്ങനെ തിരഞ്ഞെടുത്തിട്ടൊന്നുമില്ല. ജാതികളിൽ നിന്നൊരുത്തനെ തിരഞ്ഞെടുത്തു, അവനെ യഹൂദൻ അല്ലെങ്കിൽ ഇസ്രായേലിനാക്കിയതാ. ആ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് കർത്താവ് നമ്മെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. സ്തോത്രം. നമ്മെയും തിരഞ്ഞെടുത്തു. എന്ന് തിരഞ്ഞെടുത്തെന്നാ പറയുന്നത്? ലോക സ്ഥാപനത്തിനു മുമ്പേ. അപ്പോൾ ഇസ്രായേലിനെ വ്യത്യസ്തരാക്കുന്നത് അവരുടെ തിരഞ്ഞെടുപ്പും, രണ്ട്, ദൈവം അവർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുത്തതുമാണ്. ആ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ God chose them for himself. സ്തോത്രം. അതാണ് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രത്യേകത.
ദൈവം ഇസ്രായേലിനെ തനിക്കായി തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ തിരഞ്ഞെടുപ്പിന് പറയുന്ന മറ്റൊരു പൊതുവായ ബിബ്ലിക്കൽ യൂസേജ്, വേദപുസ്തകത്തിന്റെ പ്രയോഗമാണ് വിശുദ്ധീകരിക്കുക എന്നുള്ളത്. സ്തോത്രം. തൻ്റെ സ്വന്തം ജനമായിരിക്കേണ്ടതിന്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ദൈവം തൻ്റെ ജനത്തെ തിരഞ്ഞെടുത്തത് ഒരു പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടി എന്നതിനേക്കാൾ തനിക്കായിട്ട് തന്നെ എന്നുള്ളതാണ്. സ്തോത്രം. കർത്താവ് തൻ്റെ ജനത്തെ പുതിയ നിയമത്തിലായാലും പഴയ നിയമത്തിലായാലും തിരഞ്ഞെടുത്തത് തനിക്കായിട്ട് തന്നെ, തനിക്കായിട്ട് തന്നെ. സ്തോത്രം. ലേവ്യ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം, ലെവിറ്റിക്കസ് 20:26. ലേവ്യ 20:26. You shall be holy for me, holy to me, for I, the Lord, am holy, and have separated you from the peoples, that you should be mine. You should be mine. അവിടെയാണ് ആ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രസക്തമായ ഭാഗം. സ്തോത്രം. നമ്മെ സൃഷ്ടിച്ചതും അത് തന്നെയാ, അതിനു വേണ്ടി തന്നെയാ. ഐശയ്യാ 43:21, യെശയ്യാവ് 43:21. The people whom I formed for myself, that they might declare my praise. കണ്ടോ? The people whom I created, prepared for myself. So we are made for God. സ്തോത്രം. പിന്നെ നമ്മൾ കണ്ടു, we are chosen or we are separated for God. സ്തോത്രം. ദൈവം നമ്മെ സൃഷ്ടിച്ചത്, അതാണ് നാം യെശയ്യാവിൽ വായിക്കുന്നത്, ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന. പ്രിപ്പയർഡ് എന്നുള്ളതിന്റെ അർത്ഥം ക്രിയേറ്റഡ് എന്ന, നിർമ്മിച്ചിരിക്കുന്ന, നിർമ്മാണം, നിർമ്മിച്ചിരിക്കുന്നു. സ്തോത്രം. So God made us for himself, to be his treasure. ദൈവത്തിന്റെ സമ്പത്ത് അഥവാ നിക്ഷേപം ആയിരിക്കേണ്ടതിന്. സ്തോത്രം. അതാണ് നാം തിരഞ്ഞെടുപ്പിനെ കുറിച്ചും ഇവിടെ വായിച്ചത്. സ്തോത്രം. അപ്പം ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വേറെ ഒത്തിരി കാര്യങ്ങൾ, വേറെ ഒത്തിരി വാക്യങ്ങളുണ്ട്. തൽക്കാലം നമുക്ക് അത്രയും മതി എന്ന് വെക്കാം. സ്തോത്രം. ദൈവം നമ്മെ സൃഷ്ടിച്ചതും നമ്മെ തിരഞ്ഞെടുത്തതും തനിക്കായിട്ട് തന്നെ. സ്തോത്രം. ഇപ്പോൾ കർത്താവ് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതും ആർക്ക് വേണ്ടിയാ? ഫോർ ഹിംസെൽഫ്. നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചതാ എഫേഷ്യൻസ് 5:25, 26, 27. എഫേസ്യർ 5:25 തൊട്ടുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. എടുത്തെങ്കിൽ വായിച്ചോളൂ പ്ലീസ്. Husbands, love your wives as Christ loved the church and gave himself up for her, that he might sanctify her, having cleansed her by the washing of water with the word, so that he might present the church to himself in splendor, without spot or wrinkle or any such thing, that she might be holy and without blemish.
പ്രൈസ് ഗാഡ്. രണ്ട് ഹിംസെൽഫ് കണ്ടോ? ഹി ഗേവ് ഹിംസെൽഫ് അപ്പ് ഫോർ ഹെർ. ഒന്നാമത് ക്രിസ്തു തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. രണ്ടാമത്തെ പറയുന്നത് that he might present the church unto himself. സ്തോത്രം. അവളെ, സഭയെ തനിക്കുതാൻ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ചത് തനിക്കായിട്ട്, നമ്മെ വേർതിരിച്ചത്, വിളിച്ചത് തനിക്കായിട്ട്, ഇപ്പോൾ നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതും തനിക്കായിട്ട് തന്നെ. സ്തോത്രം. മറ്റാർക്കും വേണ്ടിയുള്ളവരല്ല നാം. അപ്പൊ ഈ തെരഞ്ഞെടുപ്പും രണ്ട് വെളിപ്പാടുമാണ്. സ്തോത്രം. നമ്മെ വ്യത്യസ്തരാക്കുന്നത്, ഇസ്രായേലിനെ വ്യത്യസ്തരാക്കിയത്. ഇസ്രായേലിന് പുറത്തുള്ളവരെ ദൈവം തെരഞ്ഞെടുത്തതുമില്ല, അവർക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തിയതുമില്ല. വെളിപ്പെടുത്തി ജനറലായിട്ടുള്ള പൊതുവായ വെളിപ്പാട് അവർക്ക് കൊടുത്തു. അതേപ്പറ്റി നമ്മൾ റോമാലേഖനം 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിച്ചിട്ടുണ്ട്. ദൈവം പ്രപഞ്ചത്തിലൂടെ തന്നെ വെളിപ്പെടുത്തിയ കാര്യം. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി പ്രത്യേകമായ വെളിപ്പാട് ദൈവം നമുക്ക് തന്നു. നമുക്ക് തന്ന വെളിപ്പാട് ആരെക്കുറിച്ച് തന്നെ ഉള്ളതാണ്? തന്നെ കുറിച്ച് തന്നെ. യെസ്, സ്തോത്രം. സോ ദീസ് ടു തിങ്സ് മെയ്ഡ് ദ ഫാദേഴ്സ്, ദ ഫോർഫാദേഴ്സ്, ദ പാട്രിയാർക്സ് സ്പെഷ്യൽ, യുണീക്ക്. നാമും അതേ നിലയിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവീക വെളിപ്പാട് പ്രാപിച്ചവരുമാണ്. എന്നാൽ നാം അവരെക്കാൾ ശ്രേഷ്ഠരാകുന്നത് വെളിപ്പാടിൻ്റെ മാധ്യമവും വെളിപ്പാടിൻ്റെ വ്യാപ്തിയും കൊണ്ടാണ്. വെളിപ്പാടിൻ്റെ മാധ്യമവും വെളിപ്പാടിൻ്റെ വ്യാപ്തിയും. സ്തോത്രം. വെളിപ്പാടിൻ്റെ മാധ്യമം, ദ മീഡിയം of the revelation. In the Old Testament, the medium were the prophets. But in the New Testament, it is the Son himself. Then second thing, the volume of revelation. The extent of revelation. In the Old Testament, or unto the fathers, it was partial. But for us, it was fullest and final. പിതാക്കന്മാർക്ക് ദൈവം തന്നെ ഭാഗികമായിട്ടാണ് വെളിപ്പെടുത്തിയത്. പക്ഷെ നമുക്കോ പുത്രൻ മൂലം പരമമായ വെളിപ്പാടാ തന്നിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ വെളിപ്പാടിൻ്റെ ആ തുക, രണ്ട്, നമുക്ക് വെളിപ്പാട് ലഭിച്ച മാധ്യമം, ഇത് രണ്ടും നമ്മെ പഴയ നിയമ വിശുദ്ധന്മാരെ, പിതാക്കന്മാരെക്കാൾ ശ്രേഷ്ഠരാക്കുന്നു. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവും, ദ എക്സലൻസ് ഓഫ് ക്രൈസ്റ്റ് ആസ് വെൽ ആസ് ദ ന്യൂ ടെസ്റ്റമെന്റ് സെയിൻസ്, ദ ചർച്ച്. അപ്പോൾ ദൈവസഭയുടെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ശ്രേഷ്ഠതകളാണ് ഇവിടങ്ങളിൽ പരാമർശിക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് യേശു പാപങ്ങൾക്ക് പരിഹാരം വരുത്തി, എന്നിട്ട് ഉയരത്തിൽ
മഹിമയുടെ വലത്തുഭാഗത്ത് ഇരുന്നു. സ്തോത്രം. The right hand of the majesty on high. Wherever we see majesty on high, it is for God Himself. It's for God Himself. ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് എന്ന് നമ്മൾ കാണുന്നു. സ്തോത്രം. ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത്. സ്തോത്രം. അപ്പോൾ ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തെന്നത് ദൈവത്തെ കുറിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണെന്ന് നമ്മൾ ഇന്നലെയും കാണുകയുണ്ടായല്ലോ. സ്തോത്രം. He sat down at the right hand of the majesty in the above, no? The majesty on high. On high. എൻ്റെ ഇതിനകത്തിൽ ഇന്ത കഴിഞ്ഞിട്ട് വേറൊന്നും ഇല്ല. അതാണ് അവതരം വരെ വായിച്ച് ഞാനങ്ങ് നിർത്തിയത്. Having made purification of our sins through himself, he sat down at the right hand of the majesty in the എന്നേ ഉള്ളൂ. ബാക്കി in heaven ഉണ്ട്, high ഉണ്ട്. ഇതിനകത്ത് ബാക്കി കാണുന്നില്ല. ഓക്കെ. അപ്പം ഉയരത്തിൽ മഹിമ എന്ന മഹിമയുടെ ഉയരത്തിൽ മഹിമ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെക്കുറിച്ച്. ദൈവത്തിന്റെ വലത്തുഭാഗത്ത്. വലത്തുഭാഗത്തിന്റെ അർത്ഥമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ കർത്താവിന്റെ ഇറ്റ്സ് അബൌട്ട് ദ എക്സോൾട്ടേഷൻ ഓഫ് ക്രൈസ്റ്റ്. എക്സോൾട്ടേഷൻ ഓഫ് ക്രൈസ്റ്റ്. സി ജീസസ് ഹ്യൂമൻ ബർത്ത്, സാധാരണ ഭാഷയിൽ ഇൻകാർണേഷൻ എന്ന് പറയും. യേശുക്രിസ്തുവിന്റെ മാനുഷ്യ അല്ലെങ്കിൽ ജഡധാരണം, മാനുഷ്യ ജന്മം. Then Christ crucifixion, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം. ആ ക്രൂശീകരണത്തെയും തേജസ്കരണം എന്ന് പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ. പിന്നെ വരുന്നത് ഹിസ് റിസറക്ഷൻ, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്. അതിനുശേഷം അസെൻഷൻ, സ്വർഗാരോഹണം. സ്വർഗാരോഹണത്തിൽ നിന്നും അല്പവും കൂടെ വ്യത്യസ്തമായിട്ടാണ് എക്സോൾട്ടേഷൻ, ക്രിസ്തുവിന്റെ മഹത്വീകരണം നാം കാണുന്നത്. സ്വർഗാരോഹണം ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയി എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്നാൽ അങ്ങ് മഹിമയുടെ വലത്തുഭാഗത്ത് സകലത്തിനും മീതെ ഇരുത്തി എന്നുള്ളതാണ് യേശുവിൻ്റെ എക്സോൾട്ടേഷൻ, യേശുവിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു. നമുക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഒരു കാര്യം, കർത്താവ് സ്വർഗാരോഹണം ചെയ്തിട്ട് അല്ലെങ്കിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരുന്നിട്ട് ഏറ്റവും ആദ്യം ചെയ്തത് എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? The first thing Christ did soon after, or the right after his exaltation, നമുക്കറിയാം, പക്ഷേ അങ്ങനെ ശ്രദ്ധിക്കാഞ്ഞതുകൊണ്ടാണ്. ശത്രുക്കളെ എന്റെ പാതപീഠമാക്കുവോളും. ഇല്ല, അതിനായില്ലല്ലോ. കർത്താവ് interceding for us.
അല്ല. ആക്ട്സ് 2:33, അപ്പോസ്തല പ്രവർത്തികൾ 2:33. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. സ്തോത്രം. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ശേഷം പിതാവിന്റെ വലത്ത് ഭാഗത്തേക്ക് പോയിട്ട് ക്രിസ്തുവിന്റെ മഹത്വീകരണത്തിന് ശേഷം ആദ്യം ചെയ്തത് ഇതാണ്. എന്താ? വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ വാങ്ങി നമുക്ക് അയച്ചു തന്നു. സ്തോത്രം. The Holy Spirit proceeds from the Father, but the giver is Christ here. That is a special position or authority Christ received or Christ exercises after his exaltation. സ്തോത്രം. തൻ്റെ മഹത്വീകരണത്തിന്റെ ഫലമായി, യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ഫലമായി കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്ന അധികാരമാണ് ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ വാങ്ങി അയച്ചു എന്നുള്ളത്. സ്തോത്രം. അതും യേശുക്രിസ്തുവിന്റെ മശിഹാത്വത്തിന്റെ തെളിവാണ് കേട്ടോ. That also is one of the solid proofs of Christ's messiahship. നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാകാം സ്നാപക യോഹന്നാൻ പറഞ്ഞ കാര്യം. സ്നാപകൻ പറഞ്ഞു, എന്നെ സ്നാനപ്പെടുത്താൻ അയച്ചവൻ എന്നോട് ആരുടെ മേലാണോ ആത്മാവ് വരുന്നത് നീ കാണുന്നത്, അവൻ തന്നെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവൻ. സ്തോത്രം. യോഹന്നാൻ എങ്ങനെയാണ് യേശുവിനെ തിരിച്ചറിഞ്ഞതെന്ന്, അല്ലെങ്കിൽ യേശു മശിഹയാണെന്ന് തെളിയിച്ചതെന്ന അവിടെ പറയുന്നത്. ആരുടെ മേലാണോ ആത്മാവ് ഇറങ്ങുന്നത്, പരിശുദ്ധാത്മാവ് ആളത്വ രൂപത്തിൽ വന്ന് വസിക്കുന്നത്, സ്തോത്രം, അവൻ തന്നെയാണ് ആര്? പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നവൻ അഥവാ അഭിഷേകം ചെയ്യുന്നവൻ. സ്തോത്രം. അപ്പോൾ അത് യേശുക്രിസ്തുവിന്റെ മശിഹാത്വത്തിന്റെ അടയാളമാണ്. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ അടയാളം. ദൈവപുത്രൻ, മശിഹ. ഇവിടെ ക്രിസ്തുവിന്റെ ഉയർപ്പിനും സ്വർഗാരോഹണത്തിനും ശേഷം യേശു തന്നെ ക്രിസ്തു എന്ന്, യേശു തന്നെ മശിഹ എന്ന്, യേശു ദൈവപുത്രനാണെന്ന്, യേശു പൂർണ്ണ ദൈവമാണെന്ന് തെളിയിക്കുന്ന ഒരു വസ്തുതയാണിത്. ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരുന്നിട്ട് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ വാങ്ങി അയച്ചു തന്നു. അപ്പോൾ നാം ഇപ്പോൾ ഇവിടെ കാണുന്നത് യേശു ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു.
അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, പാവം യേശു അന്ന് പോയതാ. ഒരു സ്റ്റൂള് അല്ലെങ്കിൽ ഒരു കസേര പോട്ടെ, സിംഹാസനം തന്നെ ആയിക്കോട്ടെ, സിംഹാസനമൊക്കെ ഇട്ട് അവിടെ ഇങ്ങനെ ഇരുത്തിയിരിക്കുക, എത്ര വർഷമായി അവിടെ കുത്തിയിരിക്കുക എന്നാരും കരുതരുത്. അവിടെ ഇരുന്നു അല്ലെങ്കിൽ ഇരിക്കയും എന്നാണ് നാം കാണുന്നത്. ഇരുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു. ഇറ്റ്സ് അബൌട്ട് ദ ഫിനിഷ്ഡ് വർക്ക്. സ്തോത്രം. നമ്മുടെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയെ കർത്താവ് തികച്ചു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ് ഷോസ് ദ റെസ്റ്റ്, വിശ്രമത്തെ കുറിക്കുന്നു. സ്തോത്രം. ഇരുന്നു, വിശ്രമിക്കുന്നു. സ്തോത്രം. ഇരുന്നു, ഹീസ് ആന്റിസിപ്പേറ്റിംഗ്, കാത്തിരിക്കുന്നു, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഇതെല്ലാമാണ് ഇരുന്നു എന്നതിൻ്റെ അർത്ഥം. ഇറ്റ് ഡസൻറ്റ് മീൻ Christ is now passively, inactively sitting over there. ഒരു കാര്യവും ചെയ്യാനില്ലാതെ വെറുതെ അവിടെ കുത്തിയിരിക്കുകയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അവിടെ ഇരുന്നു എന്നത് അക്ഷരികമായി അവിടെ ഇരിക്കുന്നെന്നല്ല, അതൊരു സൂചനയാണ്. നമുക്കറിയാം, വലത്തുഭാഗത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന യേശു ആദ്യത്തെ രക്തസാക്ഷി, ക്രിസ്തീയ രക്തസാക്ഷിയായ സ്തെഫാനോസിന്റെ മരണസമയത്ത് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതായിട്ടാണ് സ്തെഫാനോസ് കണ്ടത്. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ നാം വായിച്ചിട്ടുണ്ട്. സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവപുത്രൻ മഹിമയുടെ വലത്തു ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അപ്പോൾ യേശു ഇരുന്നു എന്ന് പറയുന്നത് അക്ഷരികമായി ഇങ്ങനെ കൂനിപ്പിടിച്ചിരിക്കുന്നതിനെ കുറിച്ചല്ല. മറ്റൊന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടതാണ്. യേശുക്രിസ്തു എന്ത് ചെയ്യുന്നു? മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോട്ടിന് സദൃശ്യമായ പാദങ്ങളോടുകൂടെ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്നു, നടക്കുന്നു. അപ്പൊ കുത്തിയിരിക്കുകയല്ല അവിടെ. ഹീസ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ചർച്ച്. വീണ്ടെടുപ്പിന്റെ മഹനീയമായ ശുശ്രൂഷ നിവർത്തിച്ചു എന്ന് മാത്രമാണ് ഇരുന്നു എന്നതുകൊണ്ട് വിശേഷാൽ അവിടെ അർത്ഥമാക്കുന്നത്. സ്തോത്രം. പത്മോസിൽ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം നാടുകടത്തപ്പെട്ട തൻ്റെ അരുമ ശിഷ്യന്റെ അടുക്കൽ യേശു പ്രത്യക്ഷപ്പെട്ടു, അവിടെ വന്നു. സ്തോത്രം. ഇപ്പൊ ഇരുന്നു എന്നതുകൊണ്ട് വളരെ എന്താണ് പറയുന്നത്, പാസീവായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാതെ ഒരിടത്തിരിക്കുന്നെന്ന് കരുതണ്ട. അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ശൗലിന്റെ അടുക്കൽ കർത്താവ് വരുന്നതാണ്. ശൗലിന് കർത്താവ് പ്രത്യക്ഷനാകുന്നു. അപ്പം വെറുതെ ഒരിടത്തിരിക്കുകയല്ല. സ്തോത്രം. ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഔന്നത്യം, എക്സലൻസി, എക്സോൾട്ടേഷൻ
സുപ്രീമസി ഒക്കെയാണ് നാം അവിടെ കാണുന്നത്. ഫിലിപ്പ് ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എല്ലാ അല്ലെങ്കിൽ സകല നാമത്തിനും മേലായ നാമം നൽകി. അത് തന്നെ നാം എഫേസ്യ ലേഖനം 1:20 മുതൽ വായിച്ചിട്ടുണ്ട്. എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വത്തിനും ഇപ്പോൾ ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും വിളിക്കപ്പെടുവാനിരിക്കുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തി. അത്യന്തം മീതെ. അവനെ സകലത്തിനും മീതെ തലയാക്കി വെച്ചുമിരിക്കുന്നു. അവിടെയെല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ നിരുപമമായ ഉയർത്തപ്പെടലിനെയാണ് നാം കാണുന്നത്. സ്തോത്രം. നിസ്തുലമായ ഉയർത്തപ്പെടൽ, എക്സലന്റ് എക്സോൾട്ടേഷൻ. സ്തോത്രം. അതുകൊണ്ട് ദൈവം അവനെ സ്തോത്രം, സകല നാമത്തിനും മേലായ നാമം നൽകി. അപ്പം എല്ലാ നാമത്തിനും മേലായ നാമം എന്ന് നമ്മൾ ഈ അടുത്തിടയ്ക്കൊക്കെ കേൾക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇന്ന് ഏറ്റവും അധികം ഭീതി പരത്തുന്ന നാമമാണ് ക്യാൻസർ. യേശുവിന്റെ നാമം അതിനും മീതെ. ഇതൊക്കെ പറയുമ്പോൾ അല്പം വൈകാരികതയൊക്കെ തോന്നും. ഇവിടെ ക്യാൻസറും കൊറോണയൊന്നും അല്ല സകല നാമത്തിനും മീതെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും മീതെ, സകല ദൈവങ്ങൾക്കും മീതെ, സകല ആരാധ്യന്മാർക്കും മീതെ, സകല രാഷ്ട്രീയ നേതാക്കന്മാർക്കും മീതെ, സകല കൾച്ചറൽ സാംസ്കാരിക നേതാക്കന്മാർക്കും മീതെ, സകല നാഷണൽ ലീഡർഷിപ്പ്, ദേശീയമായ നേതൃത്വത്തിനും മീതെ, എക്ലീസിയാസ്റ്റിക്കൽ ലീഡർഷിപ്പ്, സഭാ മത മേധാവിത്വങ്ങൾക്കും മീതെ എന്നൊക്കെയാണ് സകല നാമത്തിനും മീതെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്യാൻസറും കൊറോണയുമായി അതിനെയൊന്നും തരം താഴ്ത്തരുത്. സ്തോത്രം. അതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ രോഗമുള്ള ഒരാളിന് ഭയങ്കര ഒരു ആവേശമൊക്കെ തോന്നും. രോഗം വരുമോ എന്ന് പേടിച്ചിരിക്കുന്നയാളിനും ആവേശം തോന്നും. പക്ഷെ അതല്ല അവിടുത്തെ അർത്ഥം. തീർച്ചയായും സകല രോഗങ്ങൾക്കും മീതെ കർത്താവിന്റെ സൗഖ്യത്തിന്റെ ശക്തി ഉണ്ട്. നമ്മൾ അതൊക്കെ അനുഭവിക്കുന്നവരാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ശനിയാഴ്ചയും ഞായറാഴ്ചയും ഞങ്ങളുടെ കൊച്ചു കൂടിവരവിൽ പറഞ്ഞ ഒരു അനുഭവ സാക്ഷ്യമുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിഞ്ഞുകൂടാത്ത ഒരാളാണ്. എൻ്റെ അനുജത്തിയുടെ വീടിനടുത്തുള്ള ഒരു സഹോദരിയെ കുറിച്ചാണ് ഞാൻ കേട്ടത്. അവരുടെ ഭർത്താവും ഭർത്തൃ വീട്ടുകാരുമൊക്കെ അവരെ ധാരാളം വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുവെന്നാണ് അറിഞ്ഞത്. ഒത്തിരി അവരെ വല്ലാതെ പീഡിപ്പിക്കുന്നു. വിശ്വാസ നിമിത്തമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
അവരേതായാലും വിശ്വാസിയ, കർത്താവിങ്കിൽ ഒരു ദൈവമകളാണ്. അവർക്ക് തൈറോയിഡ് വളരെയധികം കൂടിയത്രേ. അങ്ങ് അകത്തുനിന്നും പുറത്തേക്ക് ഒത്തിരി അത് തള്ളി. കഴിക്കാനും ശ്വസിക്കാനും ഒക്കെ തന്നെ പ്രയാസം തോന്നി തുടങ്ങി. ചെക്കപ്പൊക്കെ ചെയ്തു, മരുന്നൊക്കെ കൊടുത്തു. പക്ഷെ ഓപ്പറേഷൻ അത്യാവശ്യം. ഈ ഇഷ്ടമില്ലാത്ത ഭർത്താവ് ഓപ്പറേഷൻ ഒരു തരത്തിലും സഹകരിക്കുന്നില്ല. ഒടുവിൽ ഈ സ്ത്രീ അവരുടെ വീട്ടിൽ, അവരുടെ അമ്മ വീട്ടിൽ പോയി അത്രേ. ഡോക്ടർ കൊടുത്ത മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ ഓപ്പറേഷൻ ചെയ്യേണ്ടതിന് മരുന്ന് കഴിച്ചുകൊണ്ട് കാര്യമായില്ലല്ലോ. പക്ഷേ ഓപ്പറേഷൻ ചെയ്യാൻ നിവൃത്തിയില്ലാഞ്ഞ അവർ വേദനയോടെ എല്ലാ ദിവസവും അതിൽ കൈവച്ച് പ്രാർത്ഥിച്ചെന്ന്. വളരെയധികം പുറത്തോട്ട് തള്ളി നിന്ന ഒരു സാധന. ചില ദിവസങ്ങൾക്ക് ശേഷം അത് അങ്ങനെ അപ്രത്യക്ഷമായത്രേ. കാണാനില്ല, അവർക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. ചെക്കപ്പ് ചെയ്തു, സ്കാൻ ചെയ്തു, അങ്ങനൊരു സംഭവമേ ഇല്ല. ദൈവത്തിന് ഇന്നും അതൊക്കെ ചെയ്യാൻ പറ്റും. ഒടിഞ്ഞ അസ്ഥികളെ ഉല്ലസിപ്പിക്കുന്ന ദൈവമാ. അപ്പൊ ദൈവത്തിന് ഏത് രോഗങ്ങളെയും സൗഖ്യമാക്കാൻ കഴിയും. അതൊക്കെ ശരിയാണ്, അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, അതിനൊന്നും നിഷേധിക്കുകയല്ല. പക്ഷേ യേശുവിന്റെ നാമം എല്ലാ നാമത്തിനും മീതെ എന്ന് പറഞ്ഞാൽ ക്യാൻസറും കൊറോണയും എയ്ഡ്സും ഒന്നും അല്ല എന്നാണ് നമ്മൾ ഈ പറഞ്ഞതിന്റെ സാരം. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ആളത്വങ്ങളായ പലരുണ്ട്. സ്വർഗത്തിലെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വർഗത്തിലല്ല. ഇവിടെയാണ് അങ്ങനെയും വെച്ചു വേണേ. ഗബ്രിയേല്, മീഖായേല്, റഫായേല് തുടങ്ങിയ കുറച്ച് ദൂതന്മാരുടെയൊക്കെ പേരുകളുണ്ട്. ഈ പേരുകളൊക്കെയുള്ള സ്വർഗീയ ജീവികൾക്ക് മീതെയാണ് യേശുവിന്റെ നാമം. അതുപോലെ ഭൂമിയിലും എത്രയെത്ര നാമങ്ങളാ ഉള്ളത്. എണ്ണമറ്റ നാമങ്ങൾ പൂജ്യങ്ങളായിട്ടുണ്ട്, ആരാധ്യമായിട്ടുണ്ട്. യേശുവിന്റെ നാമം അതിനൊക്കെ മീതെ. നാമം എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു അവയ്ക്കൊക്കെ മീതെ കർത്തൃത്വം നടത്തുന്നവൻ എന്നാണ് അർത്ഥം. When we say his name is above all other names, that means Christ reigns all these names. He is Lord over all these names. He is the King of all these names. വെളിപ്പാടിൽ 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കും പോലെ ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവനെന്ന. എല്ലാ നാമത്തിനും ഈ നാമം മീതെ എന്ന് പറഞ്ഞാൽ സ്തോത്രം, ബാക്കി സകല നാമങ്ങൾ, നാമം എന്ന് പറയുമ്പോൾ ആ നാമങ്ങൾക്ക് മീതെ, ആ നാമങ്ങൾക്ക് മീതെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വർത്തിക്കുന്ന ആളത്വങ്ങളുണ്ട്. ആ ആളത്വങ്ങൾക്കും മീതെ എന്നാണ് അർത്ഥം. ആ ആളത്വങ്ങൾക്കും മീതെ എന്നാണ് അർത്ഥം. നാമം വേറെ ഒരു നാമം എഴുതി വെച്ചിട്ട് അതിന്റെ മുകളിൽ നല്ല അതിന്റെ അർത്ഥം. ആ നാമം പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിത്വം, ഒരാളത്വം, ഒരു വ്യക്തി, മനുഷ്യനാകാം, പിശാചാകാം, ദൂതന്മാരാകാം, അവർക്കൊക്കെ മീതെ, അവരെയും മുഴുവനും ഭരിക്കുവാൻ അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവ് എന്ന അതിന്റെ അർത്ഥം. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ആ നാമത്തിങ്കൽ മടങ്ങാത്ത മുട്ടില്ല, ആ നാമത്തിൽ തൊഴാത്ത കൈകളില്ല,
ആ നാമത്തിന്റെ മുമ്പിൽ വണങ്ങാത്ത തലകളില്ല, കുനിയാത്ത നട്ടെല്ലുകളില്ല, ആ നാമം ഏറ്റുപറയാത്ത നാവുകളുമില്ല. സ്തോത്രം. ആ ശ്രേഷ്ഠതയാണ് ഇവിടെ അപ്പോസ്തലൻ വിവരിക്കുന്നത്. സ്തോത്രം. നമ്മൾ രക്ഷകനെന്ന്, കർത്താവെന്ന് ഏറ്റുപറയുന്ന നമ്മുടെ കർത്താവ് ഉയരത്തിൽ മഹിമയുടെ വലത്തു ഭാഗത്ത് ഇരുന്നു. ഹല്ലേലൂയ. ആ കർത്താവിനെ നമ്മുടെ സ്വന്തമായി നമുക്ക് ലഭിച്ചു. അല്ല, നാം അവന്റെ സ്വന്തമായി തീർന്നു. രണ്ടുമുണ്ട് കേട്ടോ. സ്തോത്രം. യേശു രക്ഷിതാവൻ സ്വന്തമാകയാൽ എന്ന് പാട്ടുകാരൻ പാടുമ്പോൾ നമ്മളിപ്പോൾ വായിച്ചു, തിരഞ്ഞെടുപ്പിലൂടെ നാം അവന്റെ വകയായി മാറി. അവനായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുക. അതാണ് നമ്മുടെ ശ്രേഷ്ഠത. ഈ ശ്രേഷ്ഠ മഹാപുരോഹിതനിലൂടെ നിത്യജീവനെ പ്രാപിച്ച്, സ്തോത്രം, കർത്താവിനോടുകൂടെ നിത്യകാലം വസിപ്പാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒരുക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.